നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ചില ആളുകൾ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു അഹസ് വഴിപാടിനെ പറ്റിയിട്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു കമൻറ്റിൽ. അപ്പോൾ അതിൻ്റെ ഒരു വിവരണം നൽകാൻ വേണ്ടിയിട്ടാണ്. അത് അഹസ് എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നമുക്ക് ഉദയാസ്തമന പൂജ ചെയ്യുന്ന പോലെ, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് 1.5 ലക്ഷം രൂപയോളം വരും. പക്ഷേ അഹസിന് ആകെ 3000 രൂപയാണ് ഈടാക്കുന്നത്. അത് ശരിക്കും രാവിലെ 3-3:30 മലർ നിവേദ്യം മുതൽ തുടങ്ങുന്ന ഭഗവാന്റെ പൂജകളിൽ ഭഗവാന് പൂജിക്കുന്ന സാധനങ്ങൾ, അതായത് ഭക്ഷണമാവാം, മാലകളാവാം, എല്ലാതും ഉൾപ്പെട്ട വൈകുന്നേരം രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്ന വരെയുള്ള, അപ്പോഴാണ് അപ്പം അടയും ഒക്കെ അത്താഴ പൂജയ്ക്കാണ്. നെയ്തിച്ചോറും അതുപോലെ ഉണ്ടമാല, തിരുമുടിമാല, പിന്നെ കളഭം, അതേപോലെ മലര്, പിന്നെ എണ്ണ, അതുപോലെയുള്ള 15 സാധനങ്ങളാണ് കിട്ടുക ഒരു അഹസ് വഴിപാടാക്കിയാൽ. അഹസ് വഴിപാടാക്കുന്നത് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 3 ദിവസം മുന്നേയൊക്കെ വഴിപാടാക്കാം. അന്ന് ചെന്നാൽ കിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ ചെന്നിട്ട് അഹസ് വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. തലേ ദിവസം എങ്കിലും വഴിപാട് രശീത് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അത് ശരിക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. നമ്മൾ നേരുന്നത് കാര്യസാധ്യത്തിന്. ധാരാളം ആളുകൾ അത് അഹസ് കഴിച്ച് കാര്യവിജയം നേടിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അഹസിന് പ്രാധാന്യം കൂടുന്നതും. അഹസ് കഴിക്കുന്നത് ജോലി അങ്ങനെയുള്ള ആളുകളും പിന്നെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പം കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രധാനം തന്നെയാണ് അഹസ് വഴിപാട്. ഉദയാസ്തമന പൂജ 1.5 ലക്ഷം രൂപയോളം ഏകദേശം ഇപ്പോൾ വരും. അതും 2050 ഇനി ഇപ്പോൾ ബുക്ക് ചെയ്ത് നടക്കും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അന്നത്തെ ആ പൂജയിൽ നമ്മളും ഭാഗവാക്കാവുന്നു എന്നുള്ളതാണ് ഇവിടെ അഹസ് കഴിക്കുന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ നിത്യപൂജകളിൽ നമ്മളെ സാന്നിധ്യം പോലും ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളെ 3000 രൂപ അതിൽ ഇൻക്ലൂഡാണ്. അതുകൊണ്ടാണ് അഹസ് കഴിക്കാൻ പറയുന്നത്. പറ്റാവുന്നവർ അത് ചെയ്യുക. അഹസ് നല്ല വഴിപാടാണ്, കാര്യസാധ്യത്തിനുള്ള വഴിപാടാണ്. അതിൻ്റെ പാൽപ്പായസം മുതൽ ഉണ്ട്. 9:30 ശേഷം പാൽപ്പായസം കിട്ടും. ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞ അതിൻ്റെ പ്രസാദം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടും. മുഴുവനും വഴിപാട് കിട്ടണമെങ്കിൽ, പ്രസാദം കിട്ടണമെങ്കിൽ വൈകുന്നേരത്തെ അത്താഴ പൂജ കഴിഞ്ഞാൽ മാത്രമേ മുഴുവനായിട്ടുള്ള പ്രസാദം കിട്ടും. അപ്പോൾ ഉച്ചയ്ക്ക് വാങ്ങാം, പിന്നെ വൈകുന്നേരത്തും വാങ്ങാം. ഉച്ചയ്ക്കാവുമ്പോൾ അതിൻ്റെ പകുതി ഉണ്ടാവും. അപ്പോൾ അടയൊന്നും കിട്ടില്ല, ബാക്കിയുള്ളതെല്ലാം കിട്ടും. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇനിയും അറിവുകൾ, ഇതുപോലത്തെ ക്ഷേത്ര അറിവുകൾ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ എപ്പോഴും നമുക്ക് സംവദിക്കാം. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അറിയാവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുക. അതുകൊണ്ട്, കാരണം ഇത് ധാരാളം ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഇപ്പോഴായാലും ആ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാ കൃഷ്ണ നിശ്ചയം തന്നെയാണ്. ഗുരുവായൂരപ്പൻ തീരുമാനിച്ചാൽ മാത്രമേ ഇതെല്ലാം നടക്കൂ. ഹരേ കൃഷ്ണ.